നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതാണ് ആദ്യത്തെ അഭ്യർത്ഥന. ലൈക്ക് ചെയ്യണം, വീഡിയോസ് കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങൾക്ക് പരമാവധി സംഭാവനകൾ അയച്ചു തരണം. അതുപോലെ തന്നെ പരസ്യങ്ങൾ നൽകണം, ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾ നിങ്ങളുടെ ഓരോ വിഷയങ്ങളും, സമൂഹത്തെ ബാധിക്കുന്ന ഓരോ വിഷയങ്ങൾ, അത് രാഷ്ട്രീയത്തിലെ പുഴുക്കുത്തുകളായാലും അതുപോലെ തന്നെ സംസ്കാരം, ചരിത്രം, ഭാഷ, അതുപോലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അഴിമതിയൊക്കെ ഞങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാറുണ്ട്. നിർഭയം, ആരോടും വിധേയത്വമില്ലാതെ സമൂഹത്തോട് മാത്രം, ജനങ്ങളോട് മാത്രം വിധേയത്വം വെച്ചുകൊണ്ട് പോകുന്ന വിഷയങ്ങളാണ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഇന്ന് പറയുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇത് വളരെ 2-3 ദിവസമായി ചാനലുകളിൽ കത്തി നിൽക്കുന്ന വിഷയം തന്നെയാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് AKG സെൻറ്ററിൽ വെച്ച്, AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ AKG സെൻറ്ററിൻ്റെ ഹാളിൽ വെച്ച്, വലിയ AC ഹാളാണ്, അവിടെ വെച്ചൊരു സെമിനാർ നടന്നു. അപ്പോൾ ആ സെമിനാറിൽ പാർട്ടിക്കാരല്ലാത്തവരെയൊക്കെ വിളിക്കും, എല്ലാവരെയും വിളിക്കും. അപ്പോൾ ഞാൻ പാർട്ടിക്കാരനല്ല എങ്കിൽ പോലും അത് ഒരു പൊതു സെമിനാർ ആയതുകൊണ്ടും ക്രോണി ക്യാപിറ്റലിസത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ മാഷാണ് ക്ലാസ് എടുക്കുന്നത്. അന്ന് അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ക്ലാസ് ഗോവിന്ദൻ മാഷല്ലേ, അപ്പോൾ ക്രോണി ക്യാപിറ്റലിസത്തെക്കുറിച്ചാണ് ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൃത്യമായി അത് എന്താണിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടെ എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചതുകൊണ്ട് ക്രോണി ക്യാപിറ്റലിസത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ പോയി. എന്തൊരാവേശമാണ് ചങ്ങാത്ത മുതലാളിത്തത്തെക്കുറിച്ച് പറയുന്നത്. ഗോവിന്ദൻ മാഷ് പറഞ്ഞു തരുന്ന കേട്ടപ്പോൾ ശരിക്കും അവിടെ ഇരുന്നവർക്കെല്ലാം രോമാഞ്ചം ഉണ്ടായി. എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചില്ലെന്നേ ഉള്ളൂ. കാര്യം പാർട്ടി ക്ലാസ്സും കൂടെ ആണല്ലോ ഒരു പരിധിവരെ. ഞങ്ങൾ പാർട്ടിക്കാരല്ലാത്തവരുണ്ടെങ്കിലും പാർട്ടി ക്ലാസ്സും കൂടെ ആണല്ലോ. അപ്പോൾ ഭയങ്കരമായ കയ്യടി പോലെയൊക്കെ നടക്കുന്നു. സെമിനാറാണ്, ഭയങ്കരമായി കോരിത്തരിച്ചു പോയി. നമ്മുടെ IAS-കാരും പൊളിറ്റിക്കൽ ലീഡർഷിപ്പും, പ്രത്യേകിച്ച് കോൺഗ്രസിനെയും BJP ഉള്ളവരെ കാര്യമാണ് ഈ പുള്ളി പറയുന്നത്. ഉള്ളവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് വിദേശ രാജ്യങ്ങളിൽ പോയി ബിനാമി പരിപാടികൾ നടത്തുന്നത്, ബിസിനസ്സുകൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ചങ്ങാത്ത മുതലാളിത്തത്തിൻ്റെ അടുത്ത വർഗാധിഷ്ഠിത സമീപനത്തിൽ നിന്ന് മാറി, ചൂഷണ അധിഷ്ഠിത സമൂഹത്തിൽ നിന്ന് മാറി ഒരു ചങ്ങാത്താധിഷ്ഠിത സമൂഹത്തിലേക്ക് പോകുന്നതിൻ്റെ വരും വരായികകൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ AKG സെൻറ്റർ കുടുങ്ങി. അവിടെ പണ്ടിൽ ആരോ ബോംബ് ഇറങ്ങിയിരുന്നപ്പോൾ അന്ന് കുടുങ്ങിയതിനേക്കാൾ കുടുങ്ങി. ഭയങ്കര സംഭവമായിരുന്നു. ഞങ്ങളൊക്കെ ആവേശപ്പെട്ടു ചായയ്ക്ക് വിരിഞ്ഞപ്പോൾ ഇതൊന്തൊരു മാഷ്, ഗോവിന്ദൻ മാഷ് പൊളിയല്ലേ. പിന്നെയാണ് അറിഞ്ഞത് കാര്യങ്ങൾ. ഇപ്പോൾ ഇതാ കിടക്കണു, വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ. ഇതാ എന്തൊക്കെയാണ്. ജോത്സ്യനെ കാണാൻ പോകുന്നു, അത് പോട്ടെ. സുഹൃത്തായ ജോത്സ്യന് സുഖമില്ലാതായപ്പോൾ കാണാൻ പോകുന്നതിൽ ഒരു തെറ്റുമില്ല. ഒരുപാട് പേര് കാണാൻ പോയിട്ടുണ്ട്, അത് തെറ്റൊന്നുമില്ല. ജോത്സ്യൻ തന്നെ പറഞ്ഞു എന്നെ കാണാൻ വന്ന്, ഞാൻ സുഹൃത്തായതുകൊണ്ട് ഇതുവഴി പോയപ്പോൾ എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് കയറി കണ്ടു, അത് അത്ര മാത്രമേ ഉള്ളൂ. അത് പോട്ടെ. ഇനി ജോത്സ്യൻ നോക്കിയാലും പ്രശ്നമൊന്നുമില്ല. കൈ നോക്കിയതുകൊണ്ടോ ജാതകം വെച്ചതുകൊണ്ടോ ഒന്നും ഒരു പ്രശ്നം, കാരണം അത്രമാത്രം പ്രശ്നങ്ങളിൽ ചെന്നാണ് പെട്ടിരിക്കുന്നത്. ഇപ്പോൾ പെട്ടിരിക്കുന്നത് ശ്യാം ഗോവിന്ദ്, അദ്ദേഹത്തിൻ്റെ മകൻ MV ഗോവിന്ദൻ്റെ മാഷിൻ്റെ മകൻ ശ്യാം ഗോവിന്ദ് പുറത്തുവിട്ട ഒരു കത്തിനെ കുറിച്ചാണ്. കത്ത് നല്ല രസകരമാണ്. അതായത് ഷെർഷാദ് എന്ന് പറയുന്ന ഒരു വ്യവസായി, അദ്ദേഹം രാജേഷ് കൃഷ്ണ എന്ന് പറയുന്ന ലണ്ടനിലെ മറ്റൊരു വ്യവസായിയുമായി ബന്ധപ്പെടുത്തി ഒരുപാട് വ്യവസായ ഇടപാടുകളുണ്ട്. സിനിമ എടുക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട്. അസോസിയേറ്റ് പ്രൊഡ്യൂസറായിരിക്കുക, സിനിമ എടുക്കുക, നിർമ്മിക്കുക, പിന്നെ ഒരുപാട് കാര്യങ്ങളിലൊക്കെ വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ ഉള്ള ടീമുകളാണ് ഇതെല്ലാം. ഈ ടീമുകൾ തമ്മിൽ ഒരു വാക്പോര് നടന്നു, ഒരു ചക്കളത്തി പോരാട്ടം ഉണ്ടായപ്പോൾ അത് നമ്മുടെ ധവാളെ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ വഴി അദ്ദേഹത്തെ തമിഴ്നാട്ടിൽ ലിങ്ക് വെച്ച് പരിചയപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ, കാര്യം കേരളത്തിലുള്ളവരിൽ കൊടുത്താൽ മുക്കും, ഇപ്പോൾ MA ബേബിയുടെയിലോ അതുപോലത്തുള്ള ആരെങ്കിലും ഇത് കൊടുത്താൽ ഇത് മുക്കും ഈ ലെറ്റർ. അതുകൊണ്ട് ധവളയിൽ കൊടുത്തുകൊണ്ട് ഒരു പരാതി കൊടുത്തു. ഈ ഷെർഷാദ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ ഒരു പരാതി കൊടുത്തു. ആ രാജേഷ് കൃഷ്ണയാണ് കഴിഞ്ഞ പ്രാവശ്യം പ്രവാസി പ്രതിനിധി എന്ന നിലയിൽ പാർട്ടി കോൺഗ്രസിൽ മധുരയിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ തലേ ദിവസം ഇടപെടൽ വന്നതുകൊണ്ട്, കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി വന്നതുകൊണ്ട് അത് പങ്കെടുപ്പിച്ചില്ല. അങ്ങനെ രാജേഷ് കൃഷ്ണ മാറി. ആ രാജേഷ് കൃഷ്ണ ഒരു കേസ് കൊണ്ട് കൊടുത്തു സുപ്രീം കോടതിയിൽ. ആ കേസിൽ വക്കീൽ പ്രൊഡ്യൂസ് ചെയ്ത ഒരു രേഖ ഈ ഷെർഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നമ്മുടെ ധവാളയ്ക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു കത്താണ്. പരാതി അയച്ച കത്ത് ശ്യാം ഗോവിന്ദൻ ചോർത്തി വക്കീലിന് കൊടുത്തിരിക്കുന്നു. അത് കോടതിയിൽ ഡോക്യുമെൻ്റായി വന്നിരിക്കുന്നു. എത്ര ഗുരുതരമാണ്. ഇനി ഈ ഷെർഷാദ് അതിനുശേഷം പത്രങ്ങളിലും ചാനലുകളിലും വന്നിട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് പറയുന്നത്. 2021 ഈ കേസ് വന്നതെങ്കിൽ 2023 ആദായ നികുതി വകുപ്പിനും BJPക്കും മറ്റൊരു കേസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നിരവധി വ്യക്തികൾ, അത് ശ്രീരാമകൃഷ്ണനുണ്ട്, ഇന്നത്തെ നമ്മുടെ നോർക്കയുടെ ചെയർമാൻ ശ്രീരാമകൃഷ്ണനുണ്ട്, കേരളത്തെ മൊത്തം വിജ്ഞാനത്തിൽ മുക്കാൻ നടക്കുന്ന ഡോക്ടർ തോമസ് ഐസക്കുണ്ട്, അതുപോലെ തന്നെ MB രാജേഷ്, മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ടൊരു ഗ്രൂപ്പ് കളിക്കുന്ന MB രാജേഷുണ്ട്. അങ്ങനെ എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും കൂടി മനോഹരമായ രീതിയിൽ ഗോവിന്ദൻ മാഷിനും ഒക്കെ കൂടെ ചേർന്നിട്ട് സെക്യൂരിറ്റി സർവീസസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം
ലണ്ടനിൽ നടത്തുന്നു. എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ കുറിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചുമാണ് കേൾക്കുന്നതെന്ന് പറയുമ്പോൾ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്, പ്രതിഷേധമുണ്ട്, വളരെ കഷ്ടമാണ്. CPIയെക്കുറിച്ചും RSPയെക്കുറിച്ചും അവരുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തത്വശാസ്ത്രങ്ങൾ കൊണ്ടു നടക്കുന്നവരാണല്ലോ. ഒരാളെക്കുറിച്ച് പോലും ഒന്നും കേൾക്കാനില്ലല്ലോ. പക്ഷേ എന്തേ CPM ഇത്രയും ക്രോണിക്കായിട്ടുള്ള വളരെ രീതിയിലുള്ള ഒരു ചങ്ങാത്ത മുതലാളത്ത് ക്രോണി ക്യാപിറ്റലിസത്തിലേക്ക് CPM പോയി. നേതാക്കളെല്ലാം പെട്ടുകിടക്കുകയാണ്. മദ്യത്തിലും മദിരാശിയിലും ബിസിനസ്സിലും ബിനാമി ഇടപാടിലും എല്ലാം എല്ലാവരുമുണ്ടോ? ഇല്ല, കുറച്ച് പേരുണ്ട്. അവർ പുറത്ത് പോണ്ടേ? അങ്ങനെയല്ലേ ഒരു പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ശുദ്ധീകരിക്കപ്പെടുക? കാലം തെളിയിക്കട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ.